താഴെ കൂട് തുറന്ന് ഇറങ്ങി പോകുന്നതോടെ എല്ലാം കൂടെ. നമസ്കാരം. നമ്മുടെ താറാവിന് തീറ്റ കൊടുക്കാൻ വന്ന രാവിലെ അവർ ഇട്ടിട്ട് താറാവിനെ നമ്മുടെ ഗോതമ്പ് തവിടും നമ്മുടെ ചോളവും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ കോഴിക്കും താറാവിനും എല്ലാത്തിനും കൂടെ തീറ്റ കൊടുക്കണം. ഇതാണ് Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തില്ല, നമുക്ക് കോഴിക്കും താറാവിനും കൂടെ തീറ്റ കൊടുത്ത് അത് നമ്മുടെ വേറെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈൻ ഡക്കില്ലേ, നമ്മുടെ മോസ്കോവി ഡക്കിൻ്റെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാം. ഞാൻ ആ താറാവിൻ്റെ ആണും പെണ്ണും തിരിച്ചറിയുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാർഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ മോസ്കോവി ഡക്കിനെ എങ്ങനെ തിരിച്ചറിയണമെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ തിരിച്ചറിയണമെന്നുള്ള വീഡിയോ. അപ്പോൾ രാവിലെ ഞാൻ അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നെ വേറെ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമുണ്ടായി. എൻ്റെ ഒരു 13 കോഴിയെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി വന്നിട്ട് പിടിച്ചു. 13 എണ്ണത്തിനെ പിടിച്ച് എൻ്റെ എന്ത് ചെയ്യാൻ 13 എണ്ണം ചത്തുപോയി. അവർ പറഞ്ഞിട്ട് അവർ പൈസയൊക്കെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു നെയ്ബറാ തൊട്ട് പൊട്ടി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് പൈസ എങ്ങനെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് പൈസ ഒന്നും മേടിച്ചില്ല. പിന്നെ അത് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു കോഴിമുട്ട തരാമെന്ന്. കോഴിമുട്ടയല്ല, എന്തിൻ്റെ മുട്ടയായിരുന്നു? ടർക്കിയുടെ മുട്ട തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ മതി, കാരണം ടർക്കി ആണെങ്കിലും എനിക്കില്ല, കാരണം ഇവിടെ മേടിക്കാനും ഭയങ്കര വലിയ ടർക്കിനെ. അപ്പോൾ അവർ മുട്ട തരാമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഇൻക്യുബേറ്റർ ഉള്ളതുകൊണ്ട് അവർ ടർക്കിയുടെ മുട്ട തരാമെന്നപ്പോൾ ടർക്കിയുടെ മുട്ട മേടിച്ചിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, ഞാൻ അതിൻ്റെ ആണിനെ പെണ്ണ് തിരിച്ചറിയണം എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് അവർക്ക് ഞാൻ തീറ്റ എടുത്തോണ്ടെന്ന് ഞാൻ കാണിച്ചതില്ലായിരുന്നു. അതെ, ഇതാണ് തീറ്റ ഇട്ട് കൊടുക്കാം. അതെ, ഓടിയാ 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 ബാ. അത് ഇവരുടെ ആണിനെ പെണ്ണെ തിരിച്ചറിയാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഞ്ഞായിരിക്കുമ്പോൾ പാടാണ്. ഇത്തിരി വലുതായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈൻ ഡക്കിൻ്റെ അകത്ത് ഇവരുടെ മോസ്കോവി ഡക്കില്ലേ, അതിൻ്റെ അകത്ത് ആണുങ്ങൾ ഒന്നാമത് ഇത്തിരി വലുതായിരിക്കും. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവർ ഒന്ന് തീറ്റയൊക്കെ ഒന്ന് തിന്ന് ഒന്ന് ഇതാവട്ടെ കേട്ടോ. അന്ന് ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വലുതായ മുട്ടയിടാറായ കോഴികളാണ് 13 എണ്ണത്തിനെ പിടിച്ചത്. അതിൻ്റെ അകത്ത് നിന്ന് പോയിട്ട് ഇനി വലുതുങ്ങൾ ഇനി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതുകൊണ്ട് ഒരു 18 എണ്ണം ഉണ്ട്. ബാക്കി മുട്ടയിടാറായ ഒരു 13 മുട്ടയിടാറായ കോഴിയെ പിടിച്ചു വന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു 2 കോഴി പിറ്റ്ബുള്ളാണ്, ഒരു കറുത്ത പിറ്റ്ബുള്ളാണ്. ആ പിറ്റ്ബുള്ളിനെയാണ് അവരുടെ അപ്പുറത്തെ വീട്ടിൽ അതാണ് അവിടെ കിടന്ന് കുറയ്ക്കണേ. അത് അറിയാണ്ട് എങ്ങനെയുണ്ട് അവർ കെട്ടഴിഞ്ഞു പോയത്. അവരൊന്നും ചെയ്തൊന്നുമല്ല. പിന്നെ ഞാനിപ്പോൾ എന്ത് പറയാനാ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാനും പോയില്ല. അവരിപ്പം തൊട്ട് മുട്ടി കിടക്കുന്ന ആൾക്കാർ എപ്പോഴും രാവിലെ വൈകുന്നേരം എഴുന്നേക്കണ വഴി കാണുന്ന അവരെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാനാ, അപ്പോൾ അതുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ, ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ 1 2 3 4 പേരുണ്ട്. ഒരാളെവിടെ? 1 2 3 പേരുള്ളല്ലോ. ഒരാളവിടെ ഉണ്ടല്ലോ. ഒരാളവിടെ വിളിച്ച് നോക്കട്ടെ, ഇവിടെ മുട്ടയിട്ടിട്ട് അവിടെ അടി നിൽക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ആ അതെ, വന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഒരാളിതേ. അപ്പോൾ ഇതേ പറന്ന് വന്നുണ്ടോ ഒരാളിതേ വന്നതാ. അതെ, ഈ വന്നാണ് ഒരാൾ. ഓടി വാ. 5 പേരുണ്ട്. എന്താ ഇതാണ് ഓരെണ്ണം. എന്താ ഫീമെയിലാണിത്. ഫീമെയിൽ തീറ്റയൊക്കെ തിന്നിട്ട് നിൽക്കണണ്ട. ഇവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നറിയോ? ഒന്നതേ ഇവരുടെ കാല് കണ്ട. ഒന്ന് കാലിനെന്ന് പറഞ്ഞിട്ട് ഒന്ന് വണ്ണം കുറവായിരിക്കും. വണ്ണം കുറവ്. രണ്ടാമത് കണ്ട ഇവരുടെ പാദം കണ്ടതുണ്ട, ഇത് ചെറുതായിരിക്കും പെണ്ണുങ്ങൾ. പിന്നെ സൈസിലും പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും ചെറുതായിരിക്കും. ഇതുണ്ടോ, കുഞ്ഞി പാദമായിരിക്കും. പിന്നെ വേറെ ഒരു മാർക്കം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നില്ലേ, ഇവർക്ക് ഈ കറക്റ്റ് ഈ കൃഷ്ണമണി കണ്ണിൻ്റെ ഈ കൃഷ്ണമണിക്ക് ചുറ്റും മാത്രമേ ചുവന്ന് വരുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട്
ആണുങ്ങളുടെ ഇവിടെ ചുറ്റും വലുതായിട്ട് താടിയുടെ ഇവിടെയൊക്കെ ആയിട്ട് മൊത്തം ചുമന്ന് വരുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആണ് ഇവരെ ഒന്ന് സൈസ് വെച്ച് അറിയാം, പിന്നെ കാൽപാദം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പിന്നെ അതെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ചുമപ്പ്. പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ വരില്ല, ആണുങ്ങൾക്ക് ഇങ്ങനെ തലയിൽ പൂ പോലെയൊക്കെ ആയിട്ട് ആണുങ്ങൾക്ക് നിറയെ വരും കണ്ടോ. ഇതാ പെണ്ണ്, ആണിനെ ഞാൻ പിടിച്ച് കാണിച്ചു തരാവേ. ഇവ ഭയങ്കര പ്രശ്നക്കാരനാ. മാന്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്താ ചെറുക്കം നോക്കിയേ, ഭയങ്കര ഊരാണ്. എന്താ ഇവന്റെ കാൽപാദം നോക്കി, ഭയങ്കര വലുതാ. എന്താ ഇതാണ് എനിക്ക് 3 പെണ്ണും ഒരാണും ഉള്ളത്. വേണ്ട ആണുങ്ങളുടെ കാലിന് കണ്ടോ, കാല് നല്ല സൈസ് കാലാണ്. ഇതെല്ലാം ഒരേ പ്രായമുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവരുടെ കഴുത്ത് കണ്ടോ, കഴുത്തിൻ്റെ അവിടെ പൂ വന്നേക്കണുണ്ട്, നിറയതുണ്ട്. ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പൂ ഇങ്ങനെ നിറഞ്ഞ് കയറി വന്നേണ്ടോ. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് വയ്ക്കും. അല്ലാതെ ചിറകൊക്കെ ഉണ്ട് ഇവരുടെ, ഭയങ്കര വലിയ ചിറകായിരിക്കും. പിടിച്ചാൽ നിൽക്കില്ല, ഭയങ്കര ഊരാന്ന്, മാന്തും, ഭയങ്കര സാധനം വരും. ശരിക്കും ഇവർ പറന്നു പോകും, കാരണം ഇതിൻ്റെ അകത്ത് അടങ്ങി നിൽക്കുക, കൊല്ലാനൊന്നും അല്ല, കറി വയ്ക്കാനല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. ഫ്ലൈയിങ് ഡക്കിനെ പൂവിൻ്റെ ഇത് നോക്കി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. പിന്നെ അറിയാവുന്ന ഏറ്റവും അതാണ് കാലിൻ്റെ വലുപ്പം വ്യത്യാസം. ആണുങ്ങൾക്ക് കാലിന് വലുപ്പം കൂടുതലായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് കേട്ടോ. മറ്റവരുടെ ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ സൈസ് നോക്കി, ഇതുണ്ടോ എന്ത് വലുതായിട്ടാണ് നോക്കി. പണ്ട് ഒരാണും പെണ്ണും നിൽക്കണം, അവരുടെ രണ്ടുപേരുടെ സൈസിൻ്റെ ഡിഫറൻസ് കണ്ടോ. അങ്ങനെ രണ്ടുപേരെയും കൂടെ തിരിച്ചറിയണം കേട്ടോ. ഇതിൻ്റെ അകത്തത് ഈ നിൽക്കണുണ്ടോ, ഇങ്ങോട്ട് കാണിച്ചേ. ഈ നിൽക്കണതാണ് നമ്മുടെ പറമ്പിലല്ല, അപ്പുറത്തെ പറമ്പിൽ പോയി മുട്ടയിട്ടിട്ട് അടയിരിക്കുമെന്നാണ് ഈ സാധനം. ഇതിനു മുമ്പ് മുട്ടയിട്ടിട്ട് അടയിരുന്നപ്പോൾ അന്നൊരു വെള്ളപ്പൊക്കത്തിൻ്റെ അകത്ത് മുട്ട മൊത്തം ചീത്തയായി പോയായിരുന്നു. 12 മുട്ട ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ ഇറങ്ങേണ്ടതാ. ആ എല്ലാം മുട്ടയും ചീത്തയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ വെള്ളപ്പൊക്കാന്ന് അതിന് മനസ്സിലായതുകൊണ്ടാണ് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് മുട്ടയിട്ടിട്ട് അടയിരിക്കുക, കുഞ്ഞുങ്ങൾ വിരിയുന്ന നടത്തില്ല. അപ്പോൾ അതെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കണ്ടല്ലോ നമ്മുടെ ഫ്ലൈയിങ് ഡക്കിൻ്റെ ആണിനെ പെണ്ണിനെ തിരിച്ചറിയാൻ. പിന്നെ കോഴികൾ കുറേ എണ്ണം പോയി. പിന്നെ നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച് വിരിയിച്ചായതുകൊണ്ട് പിന്നെ ഞാനൊന്നും കാര്യമാക്കിയില്ല. കാരണം നമുക്ക് ഇപ്പോൾ തണുപ്പാണ്. ഇപ്പോൾ വിരിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഭയങ്കര തണുപ്പാണ്. നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ ലൈറ്റ് ഇട്ടൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇനി 1-2 മാസത്തേക്ക് ഈ ഒരു ഫെബ്രുവരി മാർച്ച് വരത്തേക്ക് ഇനി കോഴിക്കുഞ്ഞുങ്ങൾ വിരിയിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം ഉള്ള കോഴികളെല്ലാം കൂടെ വെച്ചിട്ട് അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പത്ത് വിരിച്ചു വിടണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിക്കുന്ന വീഡിയോ അന്നേരം ഉണ്ടാവത്തുള്ളൂ. കോഴിയേനെയും താറാവിനെയും ഗിനിയനെയും കാടേനെയും എല്ലാം തന്നെ. ഇത്തവണ നമുക്ക് പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കാം. നമുക്ക് ടർക്കിയനെ വേറെ അവർ മുട്ട തരാമെന്ന് പറഞ്ഞിട്ട്, അത് കൂടാണ്ട് ജീവനുള്ള ടർക്കിയനെ മേടിച്ചു വിടാൻ പറ്റുമെങ്കിൽ കുറച്ച് ടർക്കിയനെ മേടിച്ചു വിടണം, ഗിനിയനെ മേടിച്ചു വിടണം, കുറച്ച് മുയലിനെ മേടിക്കണം. അത് പറയാൻ പറഞ്ഞതിൽ എൻ്റെ വേറൊരു നമ്മുടെ ഡാനിക്ക് ഹാംസ്റ്ററിനെ മേടിച്ചു കൊടുത്തില്ലായിരുന്നു 2 എണ്ണം. അത് പ്രസവിച്ചു ഇന്നലെ രാത്രി. 7 കുഞ്ഞുങ്ങളുണ്ട്. 7 കുഞ്ഞിത് ഇത്രയുള്ള 7 കുഞ്ഞുങ്ങളുണ്ട്. അതിനിപ്പോൾ ആടിനെ ഞാൻ മാറ്റിയിട്ടു, പെണ്ണിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കണത്. അത് നിങ്ങൾ ഇത്രയോടെ വലുതാവട്ടെ കേട്ടോ. വലുതായി കഴിയുമ്പോൾ അതിനെ കാണിച്ചു തരാം. 7 കുഞ്ഞുങ്ങൾ ഹാംസ്റ്ററിനെ വാങ്ങിച്ചതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. വേറെ കുറേ സാധനം ഉണ്ട്, മേടിക്കാനുണ്ട്. മയിലൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ കഴിയണം. കാരണം ഇവിടെ നിന്ന് നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു ബോർഡറൊന്നും കെട്ടിയിട്ടില്ല എന്ന്, പറമ്പിൻ്റെ ബോർഡറൊക്കെ കെട്ടിയിട്ട്. ഈ തവണ ഞാൻ പച്ചക്കറി പയ്യെ ഒഴിവാക്കിയിട്ട് ഞാനൊന്ന് ഫുള്ള് നെറ്റിട്ടിട്ട് നമുക്കിവിടെ നിറച്ച് കോഴിയും താറാവും അങ്ങനത്തെ പരിപാടികളാക്കിയാലും നോക്കാം. കാരണം പച്ചക്കറി നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യത്തിന് പച്ചക്കറി മാത്രം ഇത്തിരി ഇടാൻ ഇട്ടിട്ട് ബാക്കി എല്ലായിടത്തും ഇതങ്ങനെ ആക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ തീരുമാനിക്കാൻ നോക്കുക. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞ കണക്ക് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരത്തേക്ക് ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.